ഹലോ ഫ്രണ്ട്സ്, സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. ഞാനും ഇവിടെ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ഒരുപാട് ഫ്രണ്ട്സ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. വേറെ ഒന്നല്ല, എങ്ങനെയാ ഡോക്ടറെ തടി കുറയ്ക്കുക എന്നുള്ളത്. അപ്പം ഇവിടെ ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് എന്ന് വെച്ചാൽ, എന്റെ പേര് സെറീൻ. ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ്. തൃശ്ശൂര് ആയുഷ് ആയുർവേദ ക്ലിനിക് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം നടത്തി പോകുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഈ ടോപ്പിക് സംസാരിക്കാൻ കാരണം, ഞാൻ ഇന്ന് ലൈവ് ചെയ്താലും ഇന്ന് വീഡിയോ ചെയ്താലും പലവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. എനിക്ക് അപ്പൊ തോന്നി, ഒരുപാട് പേർക്ക് ഇത് വെച്ചിട്ട് അവർ സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ ഹെൽത്ത് അല്ല, അവരുടെ ഫിറ്റ്നസ് ഒന്ന് ചേഞ്ച് ചെയ്യണം എന്ന് അവർക്കുണ്ട്. മൊത്തത്തിൽ അവരുടെ ലുക്ക് മാറ്റണം എന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അയ്യോ ഡോക്ടറെ, എനിക്ക് അടിവയറ് മാത്രം ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി, എനിക്ക് അല്ലെങ്കിൽ കയ്യിന്റെ ഭാഗം മാത്രം ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി. ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഒരുപാട് ഫ്രണ്ട്സ്. അപ്പൊ അവരോടൊക്കെ ഞാൻ പറയാറുണ്ട്, ഞാൻ ഇപ്പൊ എത്രയും പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാം, അപ്പൊ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അത് കണ്ട് നിങ്ങൾക്ക് ഒറ്റമൂലികളാണ് ഇതിൽ പറയാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അപ്പൊ അതിനു മുൻപായിട്ട് നമുക്ക് ഈ കാരണങ്ങളൊന്ന് പറയാട്ടോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് അടിക്കാതെ കാണാൻ, ഞാനിത് ഫുള്ളും ഒറ്റമൂലികൾ പറയും. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യും, അത് വൈകാതെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാനും പറ്റും കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് കാണാം. പലവരും കാണാതെ മനസ്സിലായില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ ഫുള്ളായിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പം അമിതവണ്ണം എന്ന് പറയുന്നത് പലവർക്കും ഒരു പ്രശ്നമാണ്. അത് ഉണ്ടാവാനുള്ള കാരണം ചിലപ്പോൾ ഹോർമോണൽ പ്രശ്നങ്ങളായിരിക്കും. ഹോർമോണൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഹോർമോണൽ ഇഷ്യൂവിനെ മാറ്റി അത് നല്ല രീതിയിൽ ചികിത്സിച്ചാൽ തന്നെ നമ്മുടെ വെയിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പൊ അതൊരു കാരണമാണ്. പിന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലായിട്ട് വരാറുണ്ട്. അതായത് നമ്മൾ ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെയൊക്കെ നമ്മൾ ഒരുപാട് കഴിക്കും. അളവില്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് അങ്ങനെയും നമുക്ക് വണ്ണം വരാറുണ്ട്. ഇപ്പൊ ചില ഇതിലൊക്കെ അടിവയറ്റിൽ മാത്രമേ അല്ലെങ്കിൽ കയ്യിന് മാത്രമേ ഉള്ളൂ വണ്ണം, ബാക്കിയുള്ള ശരീരഭാഗത്തിന് വണ്ണമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാല്, ചിലപ്പോൾ ആ ഭാഗത്തേക്ക് മാത്രമായിരിക്കും അവരുടെ വരുന്ന വെയിറ്റ് മുഴുവൻ കേന്ദ്രീകരിക്കുന്നത്. അപ്പം അങ്ങനെ പല അവസ്ഥകളും എല്ലാവർക്കും വരാറുണ്ട്. അതേപോലെ മുഖത്തിന്റെ വണ്ണം, മുഖം ഭയങ്കര വണ്ണമായിരിക്കും. അപ്പൊ ആ കവിളിന്റെ വണ്ണം ഒന്ന് കുറഞ്ഞു കിട്ടിയാൽ മതി, ബാക്കി ശരീരമൊക്കെ ബോഡിയൊക്കെ മൊത്തം ഓക്കെയാണ് ഡോക്ടർ, എനിക്ക് അവിടെ ഒന്ന് വണ്ണം കുറച്ചാൽ മതി. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം പിന്നെ വരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഓരോ മരുന്ന് എടുക്കുന്നതിന്റെ പാർശ്വഫലമായിട്ട്, അതായത് സൈഡ് എഫക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വണ്ണം വരുന്ന ഒരു ഇത് വരാറുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ അതേപോലെ ഒരുപാട് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇങ്ങനെ വരാറുണ്ട്, വണ്ണം വരാറുണ്ട്. അപ്പൊ അങ്ങനെ പല രീതിയിലാണ് നമുക്ക് വണ്ണം നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അപ്പൊ വണ്ണം നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പല രോഗങ്ങൾക്കും ഒരു കാരണം വണ്ണമായേക്കാം. മനസ്സിലായോ? അപ്പൊ ചിലവരുടെ ശരീരപ്രകൃതി, നമ്മൾ എത്രയൊക്കെ അവരെ വണ്ണം കുറയ്ക്കാം എന്ന് വിചാരിച്ചാലും അവർക്ക് കുറയാൻ പറ്റാത്ത ശരീരപ്രകൃതി ഉണ്ടാവും. അതായത് ചില ഒറ്റമൂലികൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചില എന്തെങ്കിലും ഔഷധക്കഞ്ഞി ഉപയോഗിച്ചിട്ടോ ഒന്നും അവരുടെ തടി കുറയില്ല. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ഇങ്ങനെ നമ്മളെ ക്ലിനിക്കിനെ സമീപിച്ച് മരുന്ന് തന്നെ എടുക്കേണ്ടി വരും. മനസ്സിലായോ? അപ്പൊ അവരുടെ തടി കുറഞ്ഞല്ലോ ഡോക്ടർ, എന്താ തടി കുറയാത്ത, എങ്ങനെ പറയുന്നവരുണ്ട്. ഞാൻ ഇതേ സെയിം തന്നെയാണ് ഉപയോഗിച്ചത്, അവൾ ഉപയോഗിച്ചത് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത്, എന്നിട്ട് എന്റെ തടി കുറഞ്ഞില്ല. ഇങ്ങനെ പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ചിലപ്പോൾ ഇൻഡിവിജ്വലി നമ്മുടെ ബോഡിയും അവരുടെ ബോഡിയും തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് ചിലപ്പോൾ തടി കുറയ്ക്കണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എഫേർട്ട് അവരെക്കാളും വിടേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവര് ഒരിക്കലും ഡയറ്റ് മാത്രം ആശ്രയിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെയുള്ളവര് ഒറ്റമൂലി, അതാ ഞാൻ ഇപ്പൊ പറയുന്ന, ഒറ്റമൂലി മാത്രം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഒരു മെഡിസിൻ ഉള്ളിൽ കഴിക്കേണ്ടി വരും. അപ്പൊ അതിനായിട്ട് കുറെ മെഡിസിൻസ് അവൈലബിൾ ആണ് ആയുർവേദത്തിൽ. അപ്പൊ അത് നമ്മൾ ആദ്യം ചെയ്യണം. അപ്പൊ ഇനി നമ്മൾ ഒറ്റമൂലികളിലേക്ക് വരാം. അപ്പൊ ഒറ്റമൂലികളിൽ നിന്ന് പറയുകയാണെങ്കിൽ, അതാണല്ലോ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒറ്റമൂലികളിലേക്ക് വരാം. ഒറ്റമൂലികളിൽ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒറ്റമൂലിയാണ് കേട്ടോ. ഇത് ചെയ്യാൻ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാം. അപ്പം വീട്ടിൽ ഒരു ചെമ്പരത്തി ഉണ്ടാവണം, അല്ലെങ്കിൽ അടുത്തുപുറത്തോ എവിടെയെങ്കിലും ചെമ്പരത്തി പൂ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ നിർബന്ധം. അപ്പൊ ചെമ്പരത്തി അഥവാ ഹിബിസ്കസ്, ചെമ്പരത്തി അറിയാത്തവർക്കാണ് ഞാൻ ഇംഗ്ലീഷ് നെയിം പറയുന്നത് കേട്ടോ. അപ്പം അത് വളരെ സുലഭമായിട്ട് കേരളത്തിൽ, എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ സിറ്റികളിലും, ഒരുവിധം എല്ലാ സിറ്റികളിലും കാണുന്ന ഒരു പൂവാണ് ചെമ്പരത്തി പൂവ്. അപ്പൊ ആ ചെമ്പരത്തി പൂവ് നമ്മൾ അതിന്റെ ചുമന്ന ചെമ്പരത്തിയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പം അതിൽ പല വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചുമന്ന ചെമ്പരത്തി എടുക്കണം. അതിൽ ആ ഇതളുകളെല്ലാം നമ്മൾ മുറിച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ലൈറ്റ് ആയിട്ട് ഇത്തിരി ചൂട് വേണം, ഭയങ്കര ലൈറ്റ് ആയ ചൂടല്ല, എന്നാലും ഒരു പൊടി ചൂട് കൂടി, എന്നാൽ ഭയങ്കര ചൂടാവരുത്. അതിൽ കുറച്ച് നേരം, ഒരു 5-10 മിനിറ്റ് നമ്മൾ അത് ഇട്ടിരിക്കുക. അപ്പം അത് കഴിയുമ്പോൾ അതില് ചെറിയ ലൈറ്റ് ആയിട്ട് ചെറിയൊരു പിങ്ക് ഷെയ്ഡൊക്കെ വരുന്ന കാണാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് ലെമൺ ജ്യൂസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. കുറച്ച് ലെമൺ, ഒരു 1-2-3 തുള്ളി, നിങ്ങൾക്ക് എത്രയാണ്. അപ്പൊ ഒരു ചെറിയ പുളിരസം കൂടിയും അതിനുണ്ടായിരിക്കും, അതും കൂടി ആഡ് ചെയ്യാം. അപ്പൊ എന്താണ്, ഈ കളർ മാറി ഇതൊരു നല്ല റെഡ്, അതായത് നമുക്ക് കുടിക്കാൻ തോന്നുന്ന ഒരു റെഡ് കളറിലേക്ക് എത്തും. അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇത് ആ സമയത്ത് എംപ്റ്റി സ്റ്റൊമക്കില്, അതായത് ഒന്നും കഴിക്കുക, അതായത് നമ്മൾ വെറും വയറ്റിൽ എന്ന് പറയില്ലേ, അങ്ങനെ നമ്മൾ ഈ ഡ്രിങ്ക്, ഈ ഹെർബൽ ടീ, ഇതിന് ഹെർബൽ ടീ എന്നും കൂടി പറയാം. ഇതിൽ ഒരിക്കലും ഷുഗർ ചേർക്കരുത് കേട്ടോ. ഷുഗർ ചേർക്കാതെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിലേക്ക് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നിങ്ങളത് കുടിക്കുക. ഒരു വെയിറ്റ് ലോസിന് ഒരു നല്ലൊരു പ്രതിവിധിയാണ്. നിങ്ങൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്, കാശ് ചെലവില്ല അല്ലെ.
പൈസ ഇതൊരു ഒറ്റമൂലിയാണ് കേട്ടോ. ഇത് ഒരു മാസം നിങ്ങൾ ചെയ്യൂ, അപ്പൊ നിങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ടോ എന്ന് കാണാം. പിന്നെ ഇത് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ മധുരം നല്ല രീതിയിൽ കുറയ്ക്കുക, ചോറ് കഴിക്കുന്നത് കുറയ്ക്കുക, തവിടരി, അതായത് തവിടോട് കൂടിയ മട്ടരി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഞവരയരി, അങ്ങനത്തെയൊക്കെ അപ്പൊ ചോറ് കഴിക്കണം നിർബന്ധമുള്ളവർ അത് മാത്രം കഴിക്കുക, തവിടുള്ള അരി കഴിക്കാൻ നോക്കാം. അല്ലാത്തത് പിന്നെന്താണ്, മധുരം പാടെ ഒഴിവാക്കാം, മധുരം കഴിക്കാനേ പാടില്ല, മനസ്സിലായോ? പിന്നെ അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു ചായ കുടിക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് ശർക്കര യൂസ് ചെയ്യാം, വളരെ ലൈറ്റ് ആയിട്ട്, ഒരുപാട് മധുരമല്ലാതെ ചെറിയ രീതിയിൽ ശർക്കര യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ അങ്ങനെ ചായ കുടിക്കാൻ നോക്കാം. പിന്നെ വരുന്ന ഒരു ഹെർബൽ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഒരു കറുവപ്പട്ട എന്ന് പറയുന്നത് ഒരു ഹാഫ് ഇഞ്ച് കറുവപ്പട്ട എടുക്കാം. ഓക്കെ. പിന്നെ വരുന്നത് ജീരകം, കറുവപ്പട്ട, പിന്നെ ജീരകം, അയമോദകം. അപ്പൊ ജീരകം എത്ര അളവെന്ന് ചോദിക്കും. ജീരകം ഒരു ഹാഫ് ടീസ്പൂൺ എടുക്കാം, പിന്നെ അയമോദകം ഒരു 1/4 ടീസ്പൂൺ കേട്ടോ. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒരു 2 ഗ്ലാസ് വെള്ളത്തിലിട്ടിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കാം. ഓക്കെ. നല്ലൊരു 5-10 മിനിറ്റ് നല്ല രീതിയിൽ തിളക്കട്ടെ. തിളച്ചു കഴിഞ്ഞിട്ട് നമ്മൾ നല്ല ചൂടിൽ തിളച്ചു കഴിയുമ്പോൾ നല്ല ചൂടിലാണല്ലോ ഇരിക്കുക, അതിനപ്പം തന്നെ നമ്മൾ മൂടി വെക്കുക, ഒരു 5-10 മിനിറ്റ് വീണ്ടും മൂടി വെക്കുക. മൂടി വെച്ച് കഴിയുമ്പോൾ അതിലത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് വരും. ആ സമയത്ത് നമുക്ക് അതൊരു ചെറിയ ചൂട് വേണം കേട്ടോ, അതോടുകൂടി നമുക്കതങ്ങ് കുടിക്കാം. ഓക്കെ. ഇത് അത് എംപ്റ്റി സ്റ്റൊമക്കിൽ തന്നെ കുടിക്കണം, വെറും വയറ്റിൽ തന്നെ കുടിക്കണം. ഇതും നല്ലൊരു അടിപൊളി ഡ്രിങ്ക് ആണ്, വെയിറ്റ് ലോസ് ട്രൈ ചെയ്യണം എന്നുള്ളവർക്ക്. മനസ്സിലായോ? അപ്പൊ ഈ 2 ഡ്രിങ്ക് ആണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു കഞ്ഞീനെ കുറിച്ചാണ് കേട്ടോ. ഒരു ഔഷധ കഞ്ഞി എന്നൊക്കെ നമുക്ക് ഇതിനെ പറയാം. ഔഷധ കഞ്ഞി എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമ്മള് ആദ്യം തന്നെ ഒരു അര ഗ്ലാസ് ഞവരരിയോ തവിടുള്ള മട്ടരിയോ ഇതിലേതെങ്കിലും എടുക്കുക. ഒരിക്കലും വെള്ള അരി എടുക്കരുത്, കാരണം വെള്ളരി വെയിറ്റ് കൂട്ടുന്ന സംഭവമാണ്. അപ്പൊ നമ്മൾ അതിൽ ഒരിക്കലും വെള്ളരി എടുക്കരുത്. വെള്ളരി എന്ന് പറഞ്ഞാൽ അറിയാലോ, ബസുമതി അരി, അങ്ങനത്തെ അരികളുണ്ടല്ലോ, അങ്ങനത്തെ അരികൾ ഒരിക്കലും എടുക്കരുത്. പിന്നെ നമ്മൾ സാധാരണ തവിടില്ലാത്ത അരിയാണ് കഴിക്കണമെന്ന് വെച്ചാൽ അതും എടുക്കരുത്. തവിടുള്ള അരിയാണ് മട്ടരിയും ഞവരരിയും. അപ്പൊ അത് എടുക്കുക. അതിന്റെ കൂട്ടത്തില് ഒരു അര ഗ്ലാസ് ചെറുപയറും കൂടി എടുക്കാം. ഓക്കെ. എന്നിട്ട് നല്ല രീതിയിൽ, പിന്നെ അതിന്റെ കൂടെ നമുക്ക് ഒരു അര ടീസ്പൂൺ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ ഉലുവ എടുത്ത് അതിലേക്ക് ആഡ് ചെയ്യുക. പിന്നെ 5-10 കുരുമുളക്, ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ഇത് നന്നായി, കുരുമുളക് പൊടിയല്ല കേട്ടോ, കുരുമുളകായിട്ടുള്ള അതുണ്ടല്ലോ, അത് 5-10 എടുത്ത് നമ്മൾ നല്ല രീതിയിൽ കഴുകി നല്ല രീതിയിൽ 6 മണിക്കൂർ കുറച്ച് നേരം വെക്കുക. ഓക്കെ. അങ്ങനെ വെച്ച് കഴിയുമ്പോൾ എന്താണ്, അത് വെച്ച് കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ അങ്ങ് സോക്കായി കിട്ടും. ഓക്കെ. അങ്ങനെ 6 മണിക്കൂർ കഴിയുമ്പോൾ ഇത് വേവിച്ചെടുക്കുക എളുപ്പമാണ്. അപ്പൊ നമുക്ക് വീണ്ടും 2 ഗ്ലാസ് വെള്ളത്തിൽ ഇത് കുക്കറിലിട്ട് ഒരു വിസിൽ കൊണ്ട് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പൊ വേവിച്ച് അതിലേക്ക് നമ്മൾ ഒരു എന്താ പറയാ നാളികേരം, അത് എത്ര വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ചേർക്കണവർക്ക് അത് ചേർക്കാം, അല്ല തേങ്ങ മാത്രം തേങ്ങാപ്പീര ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. തേങ്ങാപ്പീര ആയിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ അതിലേക്ക് നമ്മൾ ചൂഞ്ഞമുളക്, ഒരിക്കലും ചുമന്ന മുളക് ചേർക്കരുത്, ചൂഞ്ഞമുളക് ചേർക്കാം, ചൂഞ്ഞമുളക്. പിന്നെ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ഇത് ഇത്രയും ചേർത്ത് പിന്നെ ഒരു പൊടിക്ക് മഞ്ഞളും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഭയങ്കരമായിട്ട് പേസ്റ്റ് ആവരുത്, എന്നാൽ ഒരു ലൈറ്റ് ആയിട്ട് ഗ്രൈൻഡ് അല്ലാത്ത ഒരു രീതിയിലുള്ള ഒരു അടി മിക്സിയിൽ അടിച്ചാൽ മതി. അപ്പൊ തന്നെ അതൊരു പരിവായി കിട്ടും. അത് നമ്മൾ ഈ കഞ്ഞിയിലേക്ക് ചേർക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കിയെടുക്കാം. അപ്പൊ ഓൾറെഡി വേവിച്ച അതിലേക്ക് നമ്മൾ ഇത് ചേർക്കാം. അത് കഴിഞ്ഞ് ഇത് നമുക്ക് ആവശ്യാനുസരണം, അപ്പൊ ചിലപ്പോൾ ഉലുവ ഒരുപാട് ചേർക്കുകയാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു കയ്പരസം ഫീൽ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് 1 ടീസ്പൂണിലും കൂടുതൽ നിങ്ങൾ ചേർക്കാതിരിക്കുകയാണ് നല്ലത് കേട്ടോ. ഉലുവ അത് എപ്പോഴും മനസ്സിൽ വെക്കുക, കാരണം ഒരുപാട് ഉലുവ ചേർക്കുമ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമ്പോൾ കഴിക്കാൻ തോന്നത്തില്ല. അപ്പൊ നമ്മൾ പിന്നെ പനശർക്കര ഒക്കെ ചേർക്കേണ്ടി വരും. അതിന്റെ ആവശ്യമില്ലല്ലോ, നമുക്ക് എപ്പോഴും മധുരം ഇല്ലാതെ കഴിക്കുന്നതാണ് വെയിറ്റ് ലോസിന് ഏറ്റവും നല്ലത്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ പപ്പടം, അതേപോലെ ഒരു അച്ചാർ വേണ്ടാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കറിയുടെ കൂടെ ചെറുതായി തൊട്ട് ഒന്ന് കഴിക്കാനായിട്ട് വേണ്ടി നമുക്ക് വെക്കാം. ഒരു തക്കാളി കറിയോ എന്തെങ്കിലുമൊക്കെ മതി. ഇപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇത്, അതിന്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. പിന്നെ പ്ലസ് പപ്പടം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ മീനിന്റെ കൂടെയോ മീൻകറിയുടെ കൂടെയോ ഒക്കെ നമുക്കിത് സൂപ്പറാണ് കേട്ടോ. അപ്പൊ അങ്ങനെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ഒരു വെയിറ്റ് ലോസിന് പറ്റിയ ഒരു ഔഷധ കഞ്ഞിയാണ്. അപ്പം ഞാൻ പറഞ്ഞ ഈ 2 ഡ്രിങ്ക്സ് പറഞ്ഞ ഒരു ഔഷധ കഞ്ഞി പറഞ്ഞു. അപ്പൊ ഇത് എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പം ഞാനിത് പറയുന്ന ഈ ഒറ്റമൂലികൾ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇനി പലവർക്കും പല രോഗകാരണം കൊണ്ടാണ് ഇത് വരുന്നത് വെച്ചാൽ നമ്മൾ ഇത് മാത്രം ചെയ്തിട്ട് ചിലപ്പോൾ അതിനൊരു ഇത് കിട്ടണം എന്നില്ല. അപ്പൊ നിങ്ങൾ ശരിക്കും നമ്മുടെ ക്ലിനിക്കായിട്ട് ബന്ധപ്പെടുക. നമുക്ക് 1 മാസത്തിന്റെ ഉള്ളിൽ വെയിറ്റ് കുറച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അത് നമ്മൾ വിത്ത് മെഡിസിൻസ് ഒക്കെയാണ് നമ്മൾ കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ അവരെ പെർഫെക്റ്റ് ഫിറ്റ് ആക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ആയുർവേദത്തിന് കഴിയും, നമ്മുടെ കഴിവല്ല, ആയുർവേദത്തിന്റെ കഴിവാണ്. അപ്പൊ എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ക്ലിനിക് നമ്പറിൽ വിളിക്കാം കേട്ടോ. നമ്മൾ ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് കൺസൾട്ടേഷനും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ. അപ്പൊ എല്ലാവരും സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.